റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ആത്മഹത്യയാണെന്നും വിദ്യാർത്ഥിനിയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് അവിടെയുള്ള സീനിയറായ വിദ്യാർത്ഥികൾ ആക്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നുവെന്നും അതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥിനിയുടെ അച്ഛന് പരാതി നേരത്തെ വിളിച്ചു പറയുകയും അച്ഛൻ ആ പരാതി സ്കൂളിനെ അറിയിക്കുകയും എന്നാൽ സ്കൂൾ വേണ്ട വിധത്തിൽ അതിൽ ഇടപെട്ടില്ല എന്നതിനെ തുടർന്ന് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സ്കൂളിനെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, സ്കൂൾ നിയന്ത്രിക്കുന്നത് RSS ആണ്. RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിൽ കഴിഞ്ഞ കുറേ കാലയളവായി തൽസ്ഥിതി തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ അരാജക പ്രവർത്തനത്തിന് വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുന്നത് തടയുന്നില്ല എന്നത് മാത്രമല്ല, മറിച്ച് മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ RSSൻ്റെ ആയുധ പരിശീലനം ഉൾപ്പെടെ നടക്കുന്ന ഇടങ്ങളായി ഇത്തരം സ്കൂളുകൾ മാറുന്നു എന്നുള്ളത് നേരത്തെ വാർത്ത ഉൾപ്പെടെ വന്നതാണ്. അതിൻ്റെ ഭാഗമായി ഇതേ പാലക്കാട് ജില്ലയിൽ വടക്കന്തറ ദേവി വിദ്യാനികേതൻ പ്രൈമറി സ്കൂളിൽ വെച്ച് ബോംബ് സ്ഫോടനം നടന്നതും അതിനെ സംബന്ധിച്ചുള്ള വാർത്തകളുമൊക്കെ നേരത്തെ വന്നതാണ്. അപ്പോൾ ഇതേ നിലയാണ് സംസ്ഥാനത്തെ ഒട്ടനവധി സ്കൂളുകളിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ വിദ്യാർത്ഥിനിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ സഭയുടെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് ജില്ലാ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രവർത്തകർ, നേതാക്കന്മാർ ഈ വിദ്യാർത്ഥിയുടെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. അവരുടെ മാതാപിതാക്കൾ അസന്നിഗ്ധമായി പറയുന്നു, ഈ ആത്മഹത്യക്ക് കാരണം ആ സ്കൂൾ മാനേജ്മെൻറ്റും അതിൻ്റെ തെറ്റായ നയങ്ങളുമാണ്. അവർക്കെതിരെ ഏതറ്റം വരെയും നിയമ നടപടിക്ക് പോകാൻ അവർ തയ്യാറാണ്. പൂർണ്ണ പിന്തുണയും SFI ആ വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് നൽകുകയാണ്. ആ വിദ്യാർത്ഥിയുടെ കുടുംബം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ SFIയും മുഖ്യമന്ത്രിയോട് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സ്കൂളിൽ നടന്നിട്ടുള്ള ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകും. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് കാണുന്ന സ്ഥിതിയുണ്ടാകും. എന്നാൽ ഇതിന് മുന്നോടിയായി നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ഇതിനെ ചേർത്ത് വായിക്കാൻ കഴിയേണ്ടതുണ്ട്. ഒന്ന്, കാസർഗോഡ് ബന്തെടുക്കയിൽ സമാനമായ RSS നിയന്ത്രണത്തിലെ ഒരു സ്കൂൾ, സരസ്വതി വിദ്യാലയം എന്നാണ് പേര്. ബേഡകത്തും ചീമേനിയിലുമുള്ള RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, അതിനു പുറമെ കായംകുളത്തെ കഴിഞ്ഞ കാലഘട്ടത്തിൽ RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, ഇവിടങ്ങളിലൊക്കെ പാദപൂജ സംഘടിപ്പിച്ച് വിവാദമായിരുന്നു. ആ പാദപൂജയിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം, അവിടങ്ങളിലൊക്കെയും BJPയുടെയും RSSൻ്റെയും നേതാക്കന്മാരുടെ കാലുകളാണ് വിദ്യാർത്ഥികളെ കൊണ്ട് കഴിയിപ്പിച്ചത്. പാദപൂജ, ഗുരുപൂജ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഗുരുക്കന്മാരോ അവരുടെ മാതാപിതാക്കളോ അല്ല, പ്രദേശത്തെ RSSൻ്റെയും BJPയുടെയും നേതാക്കന്മാരെയാണ്, അവരുടെ കാലുകളാണ് വിദ്യാർത്ഥികളെ കൊണ്ട് കഴിയിപ്പിച്ചത്. ഏത് ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായാണ് ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണമെന്ന് മാത്രമല്ല, ഈ സ്കൂളുകളിലൊക്കെ ആയുധ പരിശീലനവും RSSൻ്റെ ശാഖകളും നടക്കുകയാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഒട്ടനവധിയാണ്. ഇപ്പോൾ കണ്ണൂരിൽ ഗുരുചൈതന്യ വിദ്യാലയം എന്നൊരു സ്കൂൾ കൈവേലിക്കൽ എന്ന പ്രദേശത്തുണ്ട്, കണ്ണൂർ പാനൂർ പ്രദേശത്താണ്. RSSൻ്റെ ആയുധ പരിശീലനവും ആയുധ ശേഖരണവും ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. ആലപ്പുഴയിൽ ഞാൻ നേരത്തെ പറഞ്ഞു. സമാനമായ അനുഭവമാണ് കോട്ടയത്ത്. അനന്തു എന്നൊരു വിദ്യാർത്ഥി തൻ്റെ RSS ശാഖയിലെ അനുഭവത്തെക്കുറിച്ച് ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ, പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ആയി പിന്നീട് പോസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥിതി നമ്മൾ കണ്ടതാണ്. അത്യന്തം വേദനാജനകവും ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഒരു സംഘമായി RSS വിരയിക്കുന്നതിൻ്റെയും അവരുടെ പ്രവർത്തനം ഏത് ശൈലിയിലാണെന്നും ഉള്ളത് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. RSS ശാഖകൾ ഏത് വിധത്തിലാണ് ലൈംഗിക അക്രമങ്ങൾക്കും അതോടൊപ്പം തന്നെ അപകടകരമായ രാഷ്ട്രീയത്തിനും ഇത്തരത്തിലുള്ള ആയുധ പരിശീലനത്തിനും നേതൃത്വം കൊടുക്കുന്നത് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ഉദാഹരണങ്ങളൊക്കെയും. ഇപ്പോൾ കാസർഗോഡും കണ്ണൂരും പാലക്കാടും ആലപ്പുഴയും ഇത് നേരത്തെ കണ്ട ഉദാഹരണങ്ങൾ ഓരോന്നും ആവർത്തിക്കപ്പെടുകയാണ്. ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ ശ്രമിക്കുകയും അരുത് എന്നുള്ളതാണ് കേരളത്തോട് SFIക്ക് പറയാനുള്ളത്. കാരണം RSS നിയന്ത്രണത്തിലുള്ള സ്കൂളുകളിലൊക്കെയും ഇവർ സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള അരാഷ്ട്രീയപരമായുള്ളതും അരാജകപരമായുള്ളതും അപകടകരമായുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം RSS ശാഖകൾക്കും ഈ ബോംബ് ഉൽപ്പാദിപ്പിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഇടങ്ങളായി ഇത്തരം സ്കൂളുകളെ മാറ്റുകയാണ്. അപ്പോൾ സമഗ്രമായ അന്വേഷണവും നടപടിയും ഈ കുറ്റക്കാർക്കെതിരെയും ഇതിനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാനേജ്മെൻറ്റുകൾക്കെതിരെയും ഉണ്ടാകണം എന്നുള്ളതാണ് SFIക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. ഈ വിദ്യാർത്ഥിനിയുടെ മരണം
അത് സ്വാഭാവികമായി ഉണ്ടായ ഒരു മരണമല്ല, അതൊരു കൊലപാതകം തന്നെയാണ്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെ പറയാം. ആ സ്ഥാപനത്തിനെതിരെ ശക്തമായ നിലപാടുണ്ടാകണം, നടപടി ഉണ്ടാകണം. അവർക്കെതിരെയുള്ള തുടർ സമരങ്ങളിൽ, തുടർ ഇടപെടലുകളിൽ SFI ഉണ്ടാകും. SFIയുടെ ജില്ലാ കമ്മിറ്റി അങ്ങോട്ടേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. തുടർ ഇടപെടലുകൾ ഈ മേഖലയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ കാവ്യവൽക്കരണം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന RSS മറ്റൊരു വിധത്തിൽ കൂടി സംഘടിപ്പിക്കുന്ന ഈ തരത്തിലുള്ള പ്രവണതകളെ ഒരു ഘട്ടത്തിൽ പോലും ഒരു കുട്ടിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത വണ്ണം വളരെ ദുസ്സഹമാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെ ഇത്തരം തെറ്റായ ഇടപെടലുകൾ അവർ അതിൽ നിന്ന് പുറകോട്ട് പോകുമെന്നല്ല, മറിച്ച് സാമൂഹ്യപരമായി നമ്മൾ ഇടപെട്ട് ഇത്തരം സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറണം എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം അവർ തിരുത്തുമെന്നുള്ളത് നമുക്ക് എവിടെയും കാണാൻ കഴിയാത്തതാണ്. തിരുത്തിയ ചരിത്രം RSSനില്ല. അതുകൊണ്ട് തന്നെ ഈ തെറ്റായ സംഘത്തെ നമുക്ക് തിരുത്തി പോകാൻ കഴിയണം. അവരുടെ ഇത്തരം നടപടികളെ ഇല്ലാതാക്കാൻ കഴിയണം. അതിനാവശ്യകരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. ഇത്തരം ക്യാമ്പസുകളിൽ പ്രത്യേകിച്ച് ഈ പാലക്കാട് ഉൾപ്പെടെ നടന്നിട്ടുള്ള ഈ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തുടർ നടപടികൾക്കുൾപ്പെടെ ആ കുടുംബങ്ങളുടെ ആകെ പിന്തുണ, നിങ്ങളുടെ ഓരോ മാധ്യമ സ്ഥാപനങ്ങളുടെയും ഭാഗമായ ആ കുടുംബത്തിന് പിന്തുണ ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. അത് തുടരുകയാണ്. RSSൻ്റെ സ്ഥാപനങ്ങളിലൊക്കെയും തുടർച്ചയിൽ ഇത്തരം പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും തുടരുകയാണ്. ബോംബ് പൊട്ടുന്നു. പാദപൂജ മാത്രമല്ലല്ലോ. പാദപൂജ എന്ന് പറയുന്നത് RSSകാരെന്താ ശ്രേഷ്ഠന്മാരാണോ? RSSകാരെയാണോ പാദപൂജ ചെയ്യിക്കേണ്ടത്? ഒന്നുകിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ, അല്ലെങ്കിൽ മാതാപിതാക്കൾ. ഇതാണ് പാദപൂജയുടെ കാഴ്ചപ്പാട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ RSSൻ്റെയും BJPയുടെ നേതാക്കന്മാരുടെ കാല് കഴിപ്പിക്കുന്നത് എന്ത് പാദപൂജയുടെ ഭാഗമാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് ചോദ്യം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അതിൻ്റെ തുടർച്ചയിലാണ് അതേ പാലക്കാട് ജില്ലയിൽ ബോംബ് പൊട്ടുന്നു. RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ. എന്തിനാണ് പ്രീ പ്രൈമറി സ്കൂളിലാണ് ബോംബ് പൊട്ടുന്നത്? അപ്പോൾ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഇടങ്ങളിൽ ബോംബ് നിർമ്മിക്കുന്ന സംഘമായി RSS പ്രവർത്തിക്കുകയാണ്. തുടർച്ചയിൽ അതേ ജില്ലയിൽ ഒരു വിദ്യാർത്ഥി RSS മാനേജ്മെൻറ്റ് സ്കൂളിൽ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കൂട്ടി വഴിക്കണ്ടേ? ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്ന നിലയിൽ, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇതിനെയല്ലേ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കുക? എന്തുകൊണ്ടായിരിക്കാം RSS സ്കൂളുകളിൽ മാത്രം ഇത് സംഭവിക്കുന്നതെന്ന് ആലോചിക്കേണ്ടതല്ലേ? അപ്പോൾ അവരുടെ മാനേജ്മെൻറ്റും അവരുടെ യുക്തിയും അവരുടെ പ്രവർത്തനങ്ങളും ചെന്ന് നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങളിലാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ തിരുത്തപ്പെടേണ്ടതല്ല, പൂട്ടിക്കെട്ടേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.